السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം സൂറത്തുൽ മുജാദലയുടെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. സത്യനിഷേധികളായ ആളുകളോട്, അല്ലെങ്കിൽ വേദക്കാരായ ആളുകളോട് മൈത്രീബന്ധം പുലർത്തുകയും അവരുടെ കൂടെയാണ് എന്ന് അവരുടെ അടുക്കലെത്തുമ്പോൾ പറയുകയും, മുസ്ലിമീങ്ങളുടെ അടുക്കലെത്തുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു വെക്കുവാൻ വേണ്ടി, വിശ്വാസികളെ യഥാർത്ഥ ദീനിൽ നിന്ന് തടയാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ചു പറയുകയും അവർ നരകത്തിൻ്റെ അവകാശികളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഭാഗമാണ് നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്താണ് എന്ന് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. إن الذين يحادون الله ورسوله أولئك في الأذلين. كتب الله لأغلبن أنا ورسلي إن الله قوي عزيز. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه
ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ബഅസ യബ്അസു ബഅസൻ, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ. ബഅസ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക, പുനർജീവിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന, പുനർജീവിപ്പിക്കുന്ന ദിവസം. ഫയഹ്ലിഫൂന ലഹു, അവർ അള്ളാഹുവിനോട് സത്യം ചെയ്തു പറയും. ഹലിഫ യഹ്ലഫു ഹൽഫൻ, സത്യമിട്ട് പറയുക, ആണയിട്ട് പറയുക. ഏതുപോലെ? കമാ യഹ്ലിഫൂന ലക്കും, നിങ്ങളോട് ആണയിട്ട് പറയുന്നത് പോലെ, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് നിങ്ങളോട് പറയുന്നത് പോലെ ഖിയാമത്ത് നാളിലും അവർ പറയാൻ ശ്രമിക്കും. വയഹ്സബൂന, അവർ കണക്കാക്കുകയും ചെയ്യും. ഹസിബ യഹ്സബു ഹിസ്ബാനൻ, അവർ കണക്കാക്കുകയും ചെയ്യും. വയഹ്സബൂന അന്നഹും അലാ ഷൈ, അവർ സത്യത്തിലാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിലാണ്, അല്ലെങ്കിൽ അവർ കാര്യമായൊരു കാര്യത്തിലാണ്, യാഥാർത്ഥ്യത്തിലാണ് എന്നവർ കരുതുകയും ചെയ്യും. യഹ്സബൂന അന്നഹും അലാ ഷൈഇൻ ഐ അലാ ഹഖിൻ എന്നവർ കരുതും. അല എന്നാൽ അറിയുക, ഇന്നഹും നിശ്ചയമായും അവർ, ഹുമുൽ കാദിബൂൻ അവർ തന്നെയാകുന്നു കളവ് പറയുന്നവർ. ഖദബ യക്ദിബു കദിബൻ, കളവ് പറയൽ. അല ഇന്നഹും ഹുമുൽ കാദിബൂൻ അവർ തന്നെയാകുന്നു കളവ് പറയുന്നവർ. അപ്പോൾ ഖിയാമത്ത് നാളിൽ യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും, നിങ്ങളോട് ആണയിട്ട് പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിനോടും ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയാൻ ശ്രമിക്കും. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ വരെ, ശിർക്ക് ചെയ്തവർ വരെ ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല എന്ന് പറയും അള്ളാഹുവിനോട്. ആ സമയത്ത് അള്ളാഹു അവരുടെ വായക്ക് മുദ്ര വെക്കും. അപ്പോൾ ഓരോരുത്തരും രക്ഷപ്പെടാൻ വേണ്ടി പരലോകത്തും അവർ ദുനിയാവിൽ കളവ് പറഞ്ഞതുപോലെ പരലോകത്തും അവർ കളവ് പറയാൻ ശ്രമിക്കും. അതിന് ഫലമില്ല എന്നവർക്കറിയാം, എന്നാലും രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിക്കും. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം സഹീഹായ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ളില്ലി ഹുജറത്തിൻ മിൻ ഹുജരിഹി വഇൻദഹു നഫറും മിനൽ മുസ്ലിമീൻ ഖദ് കാദ യഖ്ലിസു അൻഹുമുൽ ളിൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അറകളുടെ, തൻ്റെ വീടുകളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. ആ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ അതിൻ്റെ പുറത്ത് അള്ളാഹുവിൻ്റെ റസൂല് നിൽക്കുകയും അതിൻ്റെ അവിടെയുള്ളൊരു തണലിൽ നിൽക്കുകയും, അതേപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു സംഘം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം ആ തണൽ പോകാൻ സമയത്ത് ഒരു വ്യക്തി വന്നു. ഇന്നഹു, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇന്നഹു സയഅതീകും ഇൻസാനുൻ, ഇപ്പോൾ ഒരാൾ വരും, യൻദുറു ഇലൈക്കും ബി ഐനൈ ഷൈത്താനിൻ, ഷെയ്ത്താൻ്റെ കണ്ണുകളോടുകൂടി നിങ്ങളെ നോക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഫഇദാ അതാക്കും ഫലാ തുകല്ലിമു, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ അയാളോട് സംസാരിക്കരുത്. ഷെയ്ത്താൻ്റെ കണ്ണുകളോടുകൂടി നിങ്ങളെ നോക്കുന്ന ഒരാൾ ഇപ്പോൾ വരും, പക്ഷെ അവരോട്, ആ വ്യക്തിയോട് നിങ്ങളാരും സംസാരിക്കരുത്. ഖാല ഫജാഅ റജുലുൻ അസ്റഖു, അപ്പോൾ ഒരു ബ്ലൂയിഷ് കളറുള്ള ഒരു വ്യക്തി വന്നു. ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകല്ലമഹു, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് റസൂൽ സംസാരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഖാല അലാമ തഷ്തുമുനി അൻത വഫുലാനുൻ വഫുലാൻ, നീയും
ഇന്നെന്ന ആളുകളുമൊക്കെ എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത്, എന്നെ ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സന്നിധിയിൽ നിന്ന് പോയാൽ നിങ്ങൾ വേറെ കൂടിയിരിക്കുന്നുണ്ട്, എന്നെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നഫറുൻ ദആഹും ബി അസ്മാഇഹിം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫദഹബർ റജുലു, അങ്ങനെ ആ വ്യക്തി അവിടെ നിന്ന് തിരിച്ചുപോയി. ഫദആഹും, അവരെ വിളിച്ചു കൊണ്ടുവന്നു. ഫഹലഫൂ ബില്ലാഹി വഅതദറൂ ഇലൈഹി, അവർ അള്ളാഹുവിൽ ആണയിട്ട് പറഞ്ഞു, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ കൂടിയിരുന്നിട്ടില്ല, ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് അവർ കളവ് പറഞ്ഞു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അള്ളാഹു ഈ ആയത്തിറക്കി. യഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന അന്നഹും അലാ ഷൈ അലാ ഇന്നഹും ഹുമുൽ കാദിബുൻ. അപ്പോൾ ഈ വ്യക്തി മുനാഫിക്കുകളിൽപ്പെട്ടൊരു വ്യക്തിയാണ്. ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും മറ്റു സന്ദർഭങ്ങളിൽ നബിയെ കളിയാക്കുകയും പരിഹസിക്കുകയും വിശ്വാസികളെ പരിഹസിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രവാചകൻ അറിയിച്ചു കൊടുത്തു, വഹിയിലൂടെ അറിയിച്ചു കൊടുത്തു. അത് റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി വരുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹിക്ക് അറിയിപ്പ് കിട്ടിയത്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങനെ ഒരാളിപ്പോൾ വരും, പിശാചിൻ്റെ കണ്ണോടുകൂടി നിങ്ങളെ നോക്കുന്നത് കാണാം. അയാൾ പിശാചല്ല, ജിന്നുകളിൽപ്പെട്ട ആളല്ല, മനുഷ്യരിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചില ആളുകളുടെ മുടി, അവരുടെ രൂപം, അവരുടെ നോട്ടം, അതിനെയൊക്കെ പിശാചിനോട് ഉപമിക്കാറുണ്ട്. അങ്ങനെ നീല നിറമുള്ള ഒരാൾ വന്നു, അത് അയാളുടെ ശരീരത്തിൻ്റെ കളറായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സമയത്ത് അദ്ദേഹം തൻ്റെ മിത്രങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നവർ ആണയിട്ട് പറയുകയാണ്. കാരണം അവർ ഭയപ്പെട്ടു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുനാഫിക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടിയെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെടുകയും പ്രവാചകൻ്റെ അടുക്കൽ വന്നവർ ആണയിട്ട് പറഞ്ഞു, ഞങ്ങളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, അതോടൊപ്പം ആ രാഷ്ട്രത്തിൻ്റെ തലവനുമാണ്. അപ്പോൾ അത് വലിയ അപകടമുണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ സത്യം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല ഇന്നഹും ഹുമുൽ കാദിബുൻ, അവർ കളവ് പറയാണ്, അവർ കളവ് പറയുകയാണ്, അവരത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആണയിട്ട് പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിലും രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയും. കാരണം ഇവിടുന്ന് അവർ ആണയിട്ട് പറഞ്ഞത് നബിയുടെ ശിക്ഷാ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ അള്ളാഹുവിനോടും ഇതേ കളവ് പറയുമെന്നാണ്. ഫയഹ്ലിഫൂന ലഹു, അള്ളാഹുവിനോടവർ സത്യമിട്ട് പറയും, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. വയഹ്സബൂന അന്നഹും അലാ ഷൈ, അപ്പോൾ അവർ കരുതും, കാരണം ദുനിയാവിൽ വെച്ച് അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ അവർ എന്തോ നല്ല കാര്യം ചെയ്തതുപോലുള്ളൊരു ഭാവം അവർക്കുണ്ടാകും. അത് ഖിയാമത്ത് നാളിലും അവർക്ക് അങ്ങനെയൊക്കെ തോന്നും, രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് സിറാത്തിലേക്ക്, നമ്മൾ സൂറത്തുൽ ഹദീദിൽ അത് പഠിച്ചിട്ടുണ്ട്. സിറാത്തിലേക്ക് മുഅ്മിനുകൾ പോകുമ്പോൾ ഇവരും കൂടെ പോകും. കാരണം ഇവർക്കും രക്ഷപ്പെടാമെന്നുള്ളൊരു പൂതി മനസ്സിലുണ്ടാകും, ഒരു ധാരണ ഉണ്ടാകും. പക്ഷേ സിറാത്തിലെത്തുമ്പോൾ ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്, ഒരു വലിയ മതിൽ അവിടെ സ്ഥാപിക്കപ്പെടും. വിശ്വാസികൾക്ക് മാത്രം കടക്കാൻ പറ്റും, ഇവർക്ക് കടക്കാൻ പറ്റില്ല. പെട്ടെന്ന് ലൈറ്റിലൂടെ നടന്ന ഒരാൾക്ക് പെട്ടെന്ന് പ്രകാശം പോയതുപോലെ ദഹബല്ലാഹു ബിനൂരിഹിം, അവരുടെ പ്രകാശം കൊണ്ട് അള്ളാഹു പോകും. അങ്ങനെ അവർ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. വയഹ്സബൂന അന്നഹും അലാ ഷൈ, പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല ഇന്നഹും ഹുമുൽ കാദിബുൻ, അവർ കളവ് പറയുന്നവരാകുന്നു. ഇസ്തഹ്വദ അലൈഹിമു ഷൈത്താൻ, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ഇസ്തഹ്വദ ഐ ഗലബ, അതിജയിച്ചിരിക്കും. ഇസ്തഹ്വദ യസ്തഹ്വിദു ഇസ്തിഹ്വാദൻ, ഒരാളെ അതിജയിക്കുക, ഒരാളുടെ പിന്നാലെ കൂടി തൻ്റെ ആളാക്കി മാറ്റുക, അതിനാണ് ഇസ്തഹ്വദ എന്ന് പറയുന്നത്. ഗലബ. ഇസ്തഹ്വദ അലൈഹിമു ഷൈത്താൻ, പിശാജ് അവരുടെ മേൽ അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നു, അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, കീഴടക്കിയിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് പിശാജ് അവരെ തടഞ്ഞിരിക്കുന്നു. അൻസ യുൻസി ഇൻസാൻ, മറപ്പിച്ച് കളയുക. നസിയ എന്ന് പറഞ്ഞാൽ മറന്നു പോവുക, അൻസ എന്ന് പറഞ്ഞാൽ മറപ്പിക്കുക. ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ പിശാജ് അവർക്ക് മറപ്പിച്ചിരിക്കും. ഉലൈക ഹിസ്ബു ഷൈത്താൻ, അവർ പിശാജിൻ്റെ മിത്രങ്ങളാണ്, ഹിസ്ബുകളാണ്, ജുനൂദുകളാണ്, സഖ്യങ്ങളാണ്, കക്ഷികളാണ്. ഉലൈക ഹിസ്ബു ഷൈത്താൻ, അല അറിയണം, ഇന്ന ഹിസ്ബ ഷൈത്താനി
ഹുമുൽ ഖാസിറൂൻ. പിശാചിൻ്റെ മിത്രങ്ങൾ ഹും അൽ ഖാസിറൂൻ, അവരാകുന്നു നഷ്ടം സംഭവിക്കുന്നവർ. ഖസിറ ഖസറ യഖ്സിറു ഖസ്റൻ ഔ ഖസിറ, നഷ്ടം സംഭവിക്കുക. ഖാസിർ, നഷ്ടം സംഭവിച്ചവൻ. അല ഇന്ന ഹിസ്ബ ഷൈത്താൻ, പിശാചിൻ്റെ മിത്രങ്ങൾ ഹുമുൽ ഖാസിറൂൻ, അവരാകുന്നു നഷ്ടം സംഭവിച്ചവർ. ഒരാൾ പിശാച് പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അയാളെ നയിക്കുന്നത് പിശാചായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. സത്യനിഷേധികളുടെ മിത്രം ശൈത്താനാകുന്നു, ത്വാഗൂത്താകുന്നു. അവൻ വെളിച്ചത്തിൽ നിന്ന് അവരെ ഇരുട്ടിലേക്ക് നയിക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവ് ബിഇസ ലിൽളാലിമീന ബദല. നിങ്ങൾ ശൈത്താനെയും അവൻ്റെ മക്കളെയും, ദുർരിയ്യത്ത് എന്നാണ് ഉപയോഗിച്ചത്, പിശാചിന് മക്കളുണ്ട്, ശൈത്താനെയും അവൻ്റെ മക്കളെയും എന്നെ വിട്ട് നിങ്ങൾ മിത്രങ്ങളാക്കിയിരിക്കുകയാണോ? ഔലിയാ മിൻ ദൂനി എന്ന് പറഞ്ഞാൽ എന്നെ അനുസരിക്കുന്നത് ഒഴിവാക്കി, ഞാൻ അയച്ച പ്രവാചകൻ അനുസരിക്കുന്നത് ഒഴിവാക്കി, ഞാൻ അയച്ച വേദഗ്രന്ഥം അനുസരിക്കുന്നത് ഒഴിവാക്കി നിങ്ങൾ ശൈത്താൻ പറയുന്നത് പോലെ ജീവിക്കാൻ മെനക്കെട്ടിരിക്കുകയാണോ? വഹും ലക്കും അദു, അവനാകട്ടെ നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രു പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങളുടെ റബ്ബ് രക്ഷിതാവ് പറയുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുകയുമാണോ? ബിഅ്സ ലിൽളാലിമീന ബദല, ഈ ളാലിമീങ്ങൾക്ക് പകരം കിട്ടിയത് എത്ര മോശം. അള്ളാഹുവിന് പകരമായി അവർ വലിയായി സ്വീകരിച്ച ശൈത്താൻ എത്ര മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത് ഒരു നേരിയ വിഷയത്തിൽ പോലും. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ഇത് കാഫറുകളോട് പറഞ്ഞല്ല. യാ അയ്യുഹല്ലദീന കഫറു എന്നല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരരുത്, പിശാച് ചെയ്യുന്നത് പോലെ ചെയ്യരുത്, പിശാച് പറയുന്നതൊന്നും കേൾക്കരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം നിങ്ങൾ പിശാചിൻ്റെ പിന്നാലെ കൂടിയാൽ അവൻ നിങ്ങളോട് നീചവൃത്തിയും വെറുക്കപ്പെട്ടതും മാത്രമേ കൽപ്പിക്കുകയുള്ളൂ, വേറൊന്നും പറയില്ല. അതുകൊണ്ട് അവൻ്റെ കൂടെ കൂടിയാൽ പിന്നെ അവൻ നിങ്ങളെ വിടുകയില്ല. അവസാനം അവന് ഗലബത്തുണ്ടാകും, അവൻ നിങ്ങളെ കീഴ്പ്പെടുത്തി കളയും. ഒരിക്കലും റബ്ബിനെ ഓർക്കാൻ സമ്മതിക്കാത്ത വിധം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അള്ളാഹുവിൻ്റെ ദിക്റിനെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകളെ അവർക്ക് അള്ളാഹു ഒരു ശൈത്താൻ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഫഹുവ ലഹു ഖരീൻ, അവൻ ഇവൻ്റെ ഖരീനായിരിക്കുന്നു. ഖരീൻ എന്ന് പറഞ്ഞാൽ ആത്മമിത്രം, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ശൈത്താനായിരിക്കും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ, സത്യമാർഗത്തിൽ നിന്ന് അവൻ നിങ്ങളെ തടഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ അവരെ തടഞ്ഞുകൊണ്ടേയിരിക്കും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അതിനേക്കാൾ വലുതാണ് വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ സന്മാർഗത്തിലാണെന്ന് അവർ കരുതുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ അപകടം. വലാലത്തിലാണ് പക്ഷേ വിചാരിക്കുന്നത് ഹിദായത്തിലാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് മാറുക? മാറാൻ കഴിയില്ല. ഇസ്തഹ്വദ അലൈഹിമു ശൈത്താൻ, പിശാച് എങ്ങനെയാണ് അവരുടെ മേൽ ഗലബത്ത് നേടുന്നത്? തെറ്റാ ചെയ്യുന്നത്, ശരിയാണെന്ന് വിചാരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, വയഹ്സബൂന അന്നഹും അലാ ഷൈ, അവർ വിചാരിക്കുന്ന അവർ ഹക്കിലാണെന്നാണ്. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ മുഹ്തദീങ്ങളാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ അവർ വലാലത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ലേ സൂറത്തുൽ കഹ്ഫിൽ തന്നെ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവരുടെ അമലുകൾ ബാത്തിലായി പോയവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഐഹിക ജീവിതത്തിൽ പാഴായി പോയിട്ടുണ്ട്, പക്ഷേ അവർ വിചാരിക്കുന്നത് യുഹ്സിനൂന സുൻആ, നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ? സത്യത്തിൽ പിശാച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത്, ഇത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന എന്താണ്? വലിയ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആവേശത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പിശാച് അവരെ തളച്ചിട്ടിരിക്കുകയാണ്. സുന്നത്തിലേക്ക്, അവരെ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, സ്വച്ഛമായ പാതയിലേക്ക് സഞ്ചരിക്കാൻ
സമ്മതിക്കാത്ത വിധം അവരെ തളച്ചിട്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ അവർ മുഹ്തദീങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ റബ്ബിനെ വിട്ട് കഴിഞ്ഞാൽ, പിശാചിനെ മിത്രമാക്കി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പിശാചിൻ്റെ കാൽപാദങ്ങളെ ഒരിക്കലും പിൻപറ്റരുത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല. അള്ളാഹുവിൻ്റെ ഫضലും റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ശൈത്താൻ്റെ പിന്നാലെ പോകുമായിരുന്നു. പക്ഷേ റബ്ബിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിക്കുന്നത് കൊണ്ടാണ് വിശ്വാസികൾക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്. ആ തൗഫീഖ് ലഭിക്കാൻ നിരന്തരമായ പ്രാർത്ഥനയും ദിക്റുകളും വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞു തരാതെ പോയിട്ടില്ല. അതിലേറ്റവും പ്രധാനം ശൈത്താൻ ശത്രുവാണെന്നും അവൻ നിരന്തരം നിങ്ങളെ പല നിലക്കും വഴിപഴപ്പിക്കാൻ ശ്രമിക്കുമെന്നും അടിക്കടി ഖുർആൻ ഉണർത്തുന്നുണ്ട്. വിശ്വാസികൾ ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്, ശൈത്താൻ പ്രവേശിക്കാൻ സാധ്യതയുള്ള വീട്ടിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ ഇണചേരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തുടങ്ങി എല്ലാ മേഖലകളിലും പിശാച് വരാതിരിക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സഫിൽ നിൽക്കുമ്പോൾ പോലും പറഞ്ഞത് ചേർന്ന് നിൽക്കണം. എന്തിനാണ്? ശൈത്താൻ ഇടയിൽ കയറി നിൽക്കാതിരിക്കാനാണ്. അതുകൊണ്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സഫ് ചേർത്ത് നിൽക്കണം. കോട്ടുപാടുമ്പോൾ വായ പൊത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണത്? ഇന്ന ശൈത്താന യദ്ഖുൽ, പിശാച് ഉള്ളിലേക്ക് കയറും, സമ്മതിക്കരുത്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാൻ പറഞ്ഞു. എന്തിനാണ്? നിങ്ങൾ പുറത്തു പോയി വരുമ്പോൾ ഒരു ശൈത്താൻ നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് നിങ്ങളുടെ കൂടെ വരും എന്നാണ്. സ്വഹീഹായ ഹദീസാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ ശൈത്താനും വരും. വീട്ടിലേക്ക് കയറാൻ പറ്റിയാലോ ഇവൻ്റെ കൂടെ. പക്ഷേ നമ്മൾ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ശൈത്താൻ അവിടെ നിൽക്കും, പിന്നെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറണം. ഇനി അഥവാ വല്ല ശൈത്താനും വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ കൂടെ കൂടാതിരിക്കാൻ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കഴിക്കണം. നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ശൈത്താൻ അവിടെ നിന്ന് മാറിപ്പോകും. നിങ്ങൾ വാതിലും ജനലും ഒക്കെ അടയ്ക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം, ശൈത്താൻ വരൂല. പാത്രങ്ങൾ അടച്ചു വെക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെ ശൈത്താൻ അകറ്റാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. പിശാചിൻ്റെ ഹംസിൽ നിന്ന്, അവനുണ്ടാക്കുന്ന ഭ്രാന്തിൽ നിന്ന്, അവൻ്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന്, ഹൃദയത്തിൽ അവന് അഹങ്കാരമിട്ട് തരുന്നതിൽ നിന്ന് ഒക്കെ രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ശത്രു പിടിക്കാൻ വേണ്ടി പിറകിൽ വരുമ്പോൾ ഓടുന്നത് പോലെയാണ് നിങ്ങളിൽ ഒരാൾ. നിരന്തരം പിശാച് നിങ്ങളെ പിടികൂടുന്നു. അപ്പോൾ ആ വ്യക്തി ശക്തമായൊരു കോട്ടയിൽ അഭയം പ്രാപിച്ചു. ശത്രുവിന് കയറാൻ പറ്റാത്ത വിധം ഭദ്രമായൊരു കോട്ടയിൽ അഭയം പ്രാപിച്ചു. ആ ഭദ്രമായ കോട്ടയാണ്, ഹിസ്നുൻ ഹസീനാണ്, ദിക്റുല്ലാഹ്. നിങ്ങളെപ്പോഴും ദിക്റ് ചൊല്ലണം. എന്തിനാ ദിക്റ് ചൊല്ലുന്നത്? പിശാചിനകറ്റാനാണ്. കാരണം ഫഅൻസാഹും ദിക്റല്ലാഹ് ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റിനെ അവൻ മറപ്പിച്ച് കളയും. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ മറന്നു പോവാതെ ഇത് ചെല്ലേണ്ടത് പിശാചിനെ അകറ്റാൻ വേണ്ടിയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈകൊണ്ട് വെള്ളം കുടിക്കണം. കാരണം ശൈത്താനാണ് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതും ശൈത്താനാണ്. അപ്പോൾ ശൈത്താൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. എത്ര വിഷയങ്ങളിൽ അതിവിടെ വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും ദൈർഘ്യമേറിയൊരു സബ്ജക്റ്റാണ്. ധാരാളം വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷെയ്ത്താനാണ് അങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഷെയ്ത്താനാണ്. എന്തിനാണ്? ലാ തത്തബിഉ ഖുതുവാത്തി ഷെയ്ത്താൻ. ഷെയ്ത്താൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങൾ അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ ഷെയ്ത്താൻ നിങ്ങളുടെ പിന്നാലെ കൂടും. പിന്നെ അത് അധികരിച്ച് ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, പിശാച് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ മറപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഉടനെ പറഞ്ഞത് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ. അങ്ങനെ ഒരാളായി കഴിഞ്ഞാൽ പിന്നെ അവൻ പിശാചിന് വേണ്ടി പണിയെടുക്കുന്ന ആളായി, പിശാചിൻ്റെ സൈന്യത്തിലായി. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ. പിന്നെ ശൈത്താൻ്റെ ഗ്രൂപ്പിലാണ്. അല ഇന്ന ഹിസ്ബ ശൈത്താനി, അറിയണം പിശാചിൻ്റെ സൈന്യങ്ങൾ, ജുനൂദുകൾ, ആളുകൾ, ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരാണ്. വമ്പിച്ച നഷ്ടമാണ് ശൈത്താൻ്റെ പിന്നാലെ കൂടിയാൽ. അതുകൊണ്ട് ചെറുതും വലുതുമായ വിഷയങ്ങളിലൊക്കെ നമ്മൾ പിശാചിനോട് അനുസരണക്കേട് കാണിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ.
ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് പൂർണ്ണമായും വരണം. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ അനുസരിക്കണം. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിനെ നിങ്ങൾ അനുസരിക്കരുത്, അത് അപകടമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന, നിശ്ചയമായും ഒരു കൂട്ടർ, യുഹാദ്ദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും യുഹാലിഫൂന, എതിര് നിൽക്കുന്നവർ. ഹാദ്ദ യുഹാദ്ദു മുഹാദ്ദത്തൻ, ഹാദ്ദ എന്ന് പറഞ്ഞാൽ എതിര് നിൽക്കുക, വിയോജിക്കുക, മുഖാലഫത്ത് പ്രകടിപ്പിക്കുക, അതിനാണ് ഹാദ്ദ എന്ന് പറയുന്നത്. ഹാദ്ദ യുഹാദ്ദു മുഹാദ്ദ, കേവലം വേറിട്ട് നിൽക്കലല്ല, മറിച്ച് അതിനെതിരിൽ പ്രവർത്തിക്കൽ കൂടിയാണ്. മുഹാദ്ദ എന്ന് പറഞ്ഞാൽ അതിനെതിരിൽ പ്രവർത്തിക്കൽ കൂടിയാണ്. അപ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, ഉലായിക, അക്കൂട്ടർ, ഫിൽ അദല്ലീൻ, അങ്ങേയറ്റം നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. ദല്ല എന്ന് പറഞ്ഞാൽ നിന്ദ്യത എന്നാണ്. ദലീൽ എന്ന് പറഞ്ഞാൽ നിന്ദ്യൻ, ദലീൽ എന്ന് പറഞ്ഞാൽ നിന്ദ്യൻ, അദല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദ്യൻ. ഉലായിക ഫിൽ അദല്ലീൻ, ഏറ്റവും നിന്ദ്യരുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹുവിനോടും റസൂലിനോടും ആരെങ്കിലും ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരാണോ സന്മാർഗം വ്യക്തമായതിനു ശേഷവും അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ നിൽക്കുന്നത്, സത്യവിശ്വാസികളുടേതല്ലാത്ത വഴി സ്വീകരിക്കുന്നത്, അവർ തിരിഞ്ഞിടത്തേക്ക് അള്ളാഹു അവരെ തിരിച്ചുവിടുകയും നരകത്തിൽ അവരെ അള്ളാഹു കത്തിയിരിക്കുകയും ചെയ്യും. അത് വളരെ മോശമായ പര്യവസാന സ്ഥലമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കരുത്. മുനാഫിഖീങ്ങൾ അങ്ങനെ ചെയ്തു. അവർ ദുനിയാവിലും ഏറ്റവും നിന്ദ്യമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ, സഹാബത്തിലൂടെ അവർക്ക് നൽകി. പരലോകത്ത് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അതേപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഥവാ ഖുർആനിനും സുന്നത്തിനും എതിരായി ആര് പ്രവർത്തിക്കുന്നുണ്ടോ സകല ബിദ്അത്തിൻ്റെ കക്ഷികൾക്കും നിന്ദത മാത്രമാണ്. സകല ബിദ്അകൾക്കും, സകല ഖുറാഫാത്തിൻ്റെ ആളുകൾക്കും, സകല ഷിർക്കിൻ്റെ ആളുകൾക്കും അവർക്ക് നിന്ദതയാണ് ഉള്ളത്. അവർക്ക് വിജയിക്കാൻ കഴിയില്ല. ആരൊക്കെയാണോ നബിയോട് എതിർത്ത് നിൽക്കുന്നത്, സഹാബത്തിനെ ശത്രുക്കളായി കാണുന്നത്, അവരുടെ മൻഹജിനെ വെറുക്കുന്നത്, അത് പഴംപുരാണമാണ് എന്ന് പറയുന്നത്, അസാത്തിറുൽ അവ്വലീൻ എന്ന് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പൂർവികരുടെ കെട്ടുകഥയാണ്. അതിന് സമാനമായ വാക്കുകളാണെന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ. അതൊക്കെ പൂർവികരായ ആളുകളുടെ ഒരുപാട് പഴക്കം ചെന്ന നൂറ്റാണ്ടുകാരുടെ ജൽപ്പനങ്ങളാണ്. അതൊന്നും ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല എന്ന് പറഞ്ഞ് ഖുർആനിനും സുന്നത്തിനുമെതിരിൽ സംസാരിക്കുന്ന ആളുകൾ. അങ്ങനെ ഏതർത്ഥത്തിൽ ഖുർആനിനും സുന്നത്തിനും എതിരായി നിൽക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ എതിർക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവരാരോ അള്ളാഹു അവർക്ക് നിന്ദ്യത നൽകും. സുന്നത്തിൻ്റെ ആളുകൾക്ക്, അഹ്ലുസുന്നയുടെ ആളുകൾക്ക് എന്നും വിജയമുണ്ടാകും. അഹ്ലുസുന്നയുടെ ആളുകൾക്ക് എന്നും വിജയമുണ്ടാകും. അതിനെതിരിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നിന്ദ്യന്മാരായിത്തീരും. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവർ ഏറ്റവും വലിയ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. കതബല്ലാഹ്, അള്ളാഹു എഴുതി വച്ചിരിക്കുന്നു. കതബ യക്തുബു കിതാബതൻ വകത്ബൻ. കതബല്ലാഹു, അള്ളാഹു എഴുതി വച്ചിരിക്കുന്നു. എന്താണ് എഴുതി വച്ചത്? ലഅഗ്ലിബന്ന, ഗലബ യഗ്ലിബു ഗൽബൻ വഗലബതൻ വഗലബ. ലഅഗ്ലിബന്ന അന വറുസുലി, ഞാനും എൻ്റെ റസൂലുകളും മാത്രമാണ് വിജയിക്കുക, വിജയം നേടുക. ഗലബ എന്ന് പറഞ്ഞാൽ അതിജയിക്കുക, വിജയിക്കുക. ലഅഗ്ലിബന്ന, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. അന, ഞാനും, വറുസുലി, എൻ്റെ റസൂലുകളും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയ്യുൻ ദൂ ഖുവ്വ, അതിശക്തിയുള്ളവനാണ്, ഖവിയ്യാണ്. അസീസ് ദുൽ ഇസ്സ, പ്രതാപമുള്ളവനാണ്. അള്ളാഹു പ്രതാപമേറിയവനും ശക്തിമാനുമാകും. അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ
അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെയും തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ വിശ്വാസികളെയും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെയും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും ദുർബലത കാണിക്കരുത്, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. വലാ തഹിനു വലാ തഹ്സനു, ദുർബലത കാണിക്കരുത്, സങ്കടപ്പെടരുത്. നിങ്ങൾ വിശ്വാസികളാണോ? വ അൻതുമുൽ അലൗന, നിങ്ങളാണ് വിജയികൾ, നിങ്ങൾ അതിജയിച്ച് നിൽക്കും. നിങ്ങൾ പക്ഷേ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാകണം, തൗഹീദുള്ളവരാകണം, എങ്കിൽ നിങ്ങൾക്കാണ് വിജയം. അതുകൊണ്ട് ഒരിക്കലും സങ്കടം വേണ്ടെന്നാണ്, തോറ്റുപോയി എന്നുള്ള ചിന്തയേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു സംഘം എന്നും എൻ്റെ സമുദായത്തിലുണ്ടാകും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്, അവരെ കൈയൊഴിഞ്ഞവർക്കോ അവർക്കെതിരിൽ പ്രവർത്തിക്കുന്നവർക്കോ അവരെ ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റൂല. ആർക്കും ഉപദ്രവിക്കാൻ പറ്റാത്ത വിധം അഹ്ലുസുന്നയുടെ ആളുകൾ വിജയിച്ച് നിൽക്കും. ഉലമാക്കൾ പറഞ്ഞത്, പൂർവികരായ സലഫുകൾ പറഞ്ഞത്, ആ ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാണ്. ഹും അഹ്ലുൽ ഹദീസ്, അവർ അഹ്ലുൽ ഹദീസിൻ്റെ ആളുകളാണ്. ഹും അഹ്ലുൽ ഇൽം, അവരാണ് ഇൽമിൻ്റെ ആളുകൾ. അവർ എന്നും വിജയിച്ച് നിൽക്കും. അത് അല്ലാഹു കതബല്ലാഹ് ഐ ഫി ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തിയ വിഷയമാണത്, അതിന് മാറ്റല്ല. വിജയം സുന്നത്തിൻ്റെ ആളുകൾക്കാണ്, ഖുർആനിൻ്റെ ആളുകൾക്കാണ്, അഹ്ലുസുന്നയുടെ ആളുകൾക്കാണ്. അല്ലാത്തവർ പരാജയപ്പെടും. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്, നമ്മുടെ റസൂലുകളെയും വിശ്വാസികളെയും നാം സഹായിക്കും. അള്ളാഹു പറയാണ്, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു, എൻ്റെ റസൂലുകളെയും വിശ്വസിച്ചവരെയും ഞാൻ സഹായിക്കും. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലും, വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ കൊണ്ടുവരപ്പെടുന്ന ഖിയാമത്ത് നാളിലും. ഇരു ലോകത്തും അള്ളാഹു വിജയം ഓഫർ നൽകിയിട്ടുണ്ട്. പരലോകത്ത് മാത്രമല്ല, ഇവിടെയും വിജയം അവർക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു കവിയാണ്. ഇന്നല്ലാഹ കവിയ്യുൻ അസീസുൻ, പ്രതാപിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വിജയം വിശ്വാസികൾക്കും, പ്രവാചകനെതിരിൽ നിൽക്കുന്ന വിശ്വാസികൾക്കെതിരിൽ നിൽക്കുന്ന ആളുകൾ ഉലായിക ഫിൽ അദല്ലീൻ, അങ്ങേയറ്റം നിന്ദ്യമായ പരാജയം അവർക്ക് ഇരു ലോകത്തും ഉണ്ടാകും. കാര്യങ്ങൾ അങ്ങനെയായിരിക്കെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തജിദു ഖൗമൻ, നബിയെ ഒരു സമൂഹത്തെ കണ്ടെത്താൻ കഴിയില്ല. വജദ യജിദു എന്ന് പറഞ്ഞാൽ കാണുക, വുജൂദൻ വവിജ്ദൻ വവുജ്ദാന, കാണുക. ലാ തജിദു ഖൗമൻ, ഒരു ജനവിഭാഗത്തെ കണ്ടെത്താൻ കഴിയില്ല. എങ്ങനെയുള്ളവർ? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടെത്താൻ കഴിയില്ല. എങ്ങനെ കണ്ടെത്താൻ കഴിയില്ല? യുവാദൂന, മവദ്ദത്ത് കാണിക്കുന്നതായി. മവദ്ദത്ത് കാണിക്കുന്നതിനാണ് വാദ്ദ യുവാദ്ദു മുവാദ്ദത്തൻ, വാദ്ദ യുവാദ്ദു മുവാദ്ദത്തൻ വവിദാദൻ, സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹം കാണിക്കുക. യുവാദ്ദൂന, അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതായി കാണൂല. ആരോട്? മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അവരുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന നിഫാഖിൻ്റെ ഒരവസ്ഥ യഥാർത്ഥ വിശ്വാസികൾക്ക് കാണൂല. ഇവരത് കാണിക്കുന്നത് അവർ മുനാഫിക്കുകളായതുകൊണ്ടാണ്. ആ അള്ളാഹുവിനും എതിരിലും നിൽക്കുന്നവർ വലൗകാനൂ ആബാഅഹും, അതവരുടെ ഉപ്പമാരാണെങ്കിലും ശരി, പിതാക്കന്മാർ മാതാപിതാക്കളാണെങ്കിലും ശരി. അബുൻ അതിൻ്റെ ജംആണ് ആബാ. ഔ അബ്നാഅഹും, അല്ലെങ്കിൽ മക്കളാണെങ്കിലും ശരി, ഇബ്നിൻ്റെ ജംആണ് അബ്നാ. ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളാണെങ്കിലും ശരി, അഖിൻ്റെ ജംആണ് ഇഖ്വാൻ, സഹോദരങ്ങൾ. ഔ അശീറത്തഹും, അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾ. അപ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നത് മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, കുടുംബക്കാരാകട്ടെ, അവരോട് മൈത്രി ബന്ധം പുലർത്തുന്ന വിശ്വാസികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരിയായ സത്യസന്ധരായ മുഅ്മിനുകൾ അവരാണ്. അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടുണ്ട്.
വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് പറഞ്ഞില്ലേ. ചില ആളുകളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല, എന്നാൽ ഈമാൻ ഇറങ്ങിയാലുള്ള അടയാളമാണ് ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വഅയ്യദഹും അയ്യദ യുഅയ്യിദു തഅയീദ, വഅയ്യദഹും അല്ലാഹു അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ബിറൂഹിം മിൻഹു, അവനിൽ നിന്നുള്ള റൂഹ് കൊണ്ട്, ആത്മാവ് കൊണ്ട്. വയുദ്ഖിലുഹും അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്, അദ്ഖല യുദ്ഖിലു ഇദ്ഖാലൻ പ്രവേശിപ്പിക്കുക, ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന ജന്നത്തുകളിൽ. ജന്നത്തിൻ്റെ ജംആണ് ജന്നാത്ത്. ജറാ യജ്രി ജറയാൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. തജ്രി മിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അൽ അൻഹാർ, നഹറുൻ ജംഅ അൻഹാർ പുഴകൾ ഒഴുകുന്ന താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹ അവരവിടെ നിത്യവാസികളായിരിക്കും, അവരവിടെ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻ, റളിയ യർദാ റിദാഅൻ വരിദ്വാന, റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറദു അൻഹു അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലായിക ഹിസ്ബുല്ലാഹ് അവർ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്, ഹിസ്ബുള്ളകളാണ്, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടവരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. അല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല അറിയണം, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഹിസ്ബ് കക്ഷി, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷി, അള്ളാഹുവിൻ്റെ കക്ഷി, അള്ളാഹുവിൻ്റെ ജുണ്ട്, ഹുമുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയിക്കുന്നത്. അഫ്ലഹ യുഫ്ലിഹു ഇഫ്ലാഹൻ വഹുവ മുഫ്ലിഹുൻ, മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ വിജയികൾ. ഉലായിക ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ, അവൻ്റെ ഔലിയാക്കൾ മാത്രമാണ് വിജയിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ വിശദീകരിച്ച, ഇതുവരെ വിശദീകരിച്ച ആയത്തുകളിലൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ യഹൂദ വിഭാഗത്തോട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് രഹസ്യമായി മൈത്രീബന്ധം സ്ഥാപിച്ച് അവരുടെ അടുത്ത് പോയി ഞങ്ങൾ നിങ്ങളുടെ ആളുകളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ കൂടിയ നിഫാഖിൻ്റെ ആളുകൾ, മുസ്ലിങ്ങളുടെ അടുത്തെത്തിയാൽ മുസ്ലിങ്ങളായി അഭിനയിക്കുക, അവരുടെ അടുത്ത് പോയാൽ അവരോട് ആത്മബന്ധം പുലർത്തുകയും ചെയ്യുക. അതാണ് മുനാഫിക്കുകളുടെ അടയാളമെങ്കിൽ വിശ്വാസികൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്നാണ്. ഒരു യഥാർത്ഥ ഈമാനുള്ള യഥാർത്ഥ സ്വഹാബികളെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല, ഒരു സ്വഹാബിയെയും ആ നിലക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥ മുഅ്മിനുകളെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒറ്റിക്കൊടുക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അപ്പോൾ ഇവിടെ വിലക്കപ്പെട്ടിട്ടുള്ള ഈ മവദ്ദത്ത് എന്താണ്? ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞതിൻ്റെ രൂപമാണ്. എന്നാൽ മുസ്ലിമീങ്ങളല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾ, അമുസ്ലിമീങ്ങളായ മക്കൾ, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, അമുസ്ലിമീങ്ങളായ കുടുംബക്കാർ, അവരുമായിട്ടുള്ള എല്ലാ ഭൗതിക ബന്ധവും വിച്ഛേദിക്കാനാണോ ഈ ആയത്ത് പറയുന്നതല്ല. കാരണം ഈ ആയത്ത് മനസ്സിലാക്കണം, എൻ്റെ മുമ്പ് പറഞ്ഞ മുനാഫിക്കുകൾ ചെയ്ത പണി എന്താണെന്നറിയണം. ആ പണി വിശ്വാസികൾ എടുക്കൂല, അതെന്താണെന്ന് വാളിഹാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫത്വ ചോദിച്ചുകൊണ്ട് സഹാബ വനിതകളും നബിയുടെ പത്നിയുമൊക്കെ വന്നിട്ടുണ്ട്. എന്താ അവർ ചോദിച്ചത്? അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ സത്യനിഷേധിനിയാണ്, അതുകൊണ്ട് എനിക്കെൻ്റെ ഉമ്മയോട് ബന്ധം ചേർക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നഅം, ബന്ധം ഉമ്മ എന്നുള്ള ബന്ധം ചേർക്കണം, ഉപ്പ എന്നുള്ള ബന്ധം ചേർക്കണം. വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിൽ നല്ല നിലക്ക് അവരുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഭൗതികമായി അമുസ്ലിമീങ്ങളായ കുടുംബക്കാരോടോ മറ്റോ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് എതിര് നിൽക്കാത്ത,
നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് ശണ്ടക്ക് വരാത്ത ആളുകൾക്ക് നിങ്ങൾ അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് ബിർറ് ചെയ്തു കൊടുക്കണം, പുണ്യം ചെയ്തു കൊടുക്കണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിപൂർവ്വം വർത്തിക്കണം. അള്ളാഹു അവരെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ വിലക്കുന്നത് എന്താണ്? ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കൾ, അവരോട് പോയി നിങ്ങൾ മൈത്രിബന്ധം സ്ഥാപിക്കരുത്. കാരണം അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അപകടപ്പെടുത്തുന്നതാണ്. അത് ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ശത്രുവിനോട് കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന, കൊല്ലാനും പുറത്താക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗത്തോട്, അവരോട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന രൂപത്തിലുള്ള മൈത്രിബന്ധം സ്ഥാപിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യത്തിൽ സകല മതങ്ങളും യോജിച്ചിരിക്കുന്നു, സകല പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളും യോജിച്ചിരിക്കുന്നു, വിവേകമതികളായ ആളുകളെല്ലാം യോജിച്ചിരിക്കും. അതിനോട് വിവേകമുള്ള ആളുകൾക്ക് എതിർപ്പുണ്ടാവില്ല. എന്നാൽ അതല്ലാത്ത നിലക്കുള്ള ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങളെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. ഈ ആയത്തിനെ ആ നിലക്ക് ദുർവ്യാഖ്യാനിക്കുന്നവരെ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും കടുത്ത ശത്രുതയും വിയോജിപ്പും വെച്ച് പുലർത്തുന്ന ആളുകളോട് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും അപകടമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്നേഹബന്ധം, മൈത്രിബന്ധം അതൊരിക്കലും പാടില്ലാത്തതാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരോട് മൈത്രിബന്ധം പുലർത്തുന്നതായി അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ആ പ്രയോഗത്തിൽ നിന്ന് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതവരുടെ ഉപ്പമാരാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ശരി. മാത്രമല്ല, ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട തഫ്സീർ എന്ന് പറയുന്നത്, ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇസ്ലാമുമായി എതിര് നിൽക്കുന്ന നിർണായക ഘട്ടങ്ങളിൽ, ആദർശപരമായ വിഷയങ്ങളിൽ, യുദ്ധസംബന്ധമായ മേഖലകളിൽ കുടുംബബന്ധവും മറ്റും പരിഗണിച്ച് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച കാണിക്കരുത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അഥവാ ആദർശപരമായ ആ വിയോജിപ്പാണ് ഉദ്ദേശം. ഉമ്മയല്ലേ, ഉപ്പയല്ലേ, സഹോദരനല്ലേ, ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് ആദർശത്തിൽ വിട്ടുവീഴ്ച കാണിക്കുക, യുദ്ധരംഗത്ത് അവരെ കൊല്ലാതെ വിടുക. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഉപ്പയാണ്. അപ്പോൾ ഉപ്പാനെ അല്ല, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപ്പ മകൻ എന്നതില്ല. ഈ ആയത്ത് ഇറങ്ങിയതുപോലും ചില തഫ്സീറുകളിൽ കാണാം, സ്വഹീഹായ ഹദീസുകളിൽ വന്നതല്ല, പക്ഷേ ചില തഫ്സീറുകളിൽ കാണാം, സഈദ് ഇബ്നു അബ്ദുൽ അസീസ് വഗൈറുഹു അവർ പറയുന്നത്, ഉൻസിലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറക്കപ്പെട്ടത് ഫീ അബി ഉബൈദ ആമിർ ബിൻ അബ്ദില്ലാഹി ബിനിൽ ജറാഹ്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം ബദറിൻ്റെ ദിവസം ഉപ്പയെ നേരെ മുന്നിൽ കാണുകയാണ്, നേരിടാൻ വന്ന ഉപ്പയാണ്. അപ്പോൾ ഉപ്പയല്ല എന്ന് വിചാരിച്ച് വെറുതെ വിടാൻ പറ്റുമോ? യുദ്ധമാണ്, യുദ്ധരംഗമാണ്. ഖതല അബാഹു യൗമ ബദരിൻ, ഉപ്പാനെ അദ്ദേഹം വധിച്ചു. കാരണം യുദ്ധത്തിൽ അങ്ങനെ നോക്കാൻ പാടില്ല. ഏതുപോലെ ഭഗവത്ഗീതയിൽ അങ്ങനെ ഒരു ഭാഗം കാണാം, ചരിത്രമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും. അർജുനൻ പറയുന്നത് എന്താണ് ശ്രീകൃഷ്ണനോട്? എൻ്റെ മുന്നിൽ നിൽക്കുന്നതൊക്കെ കുടുംബക്കാരാണ്, ഞാനെങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോൾ അർജുനന് യുദ്ധത്തിൻ്റെ നിയമം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ. യുദ്ധത്തിൽ അത് നോക്കരുത്, യുദ്ധത്തിൽ അത് നോക്കാൻ പാടില്ല. മറുപക്ഷത്തുള്ളത് അമ്മാവനായിരിക്കാം, ഉമ്മാൻ്റെ കുടുംബക്കാരുണ്ടാവും, ഉപ്പാൻ്റെ കുടുംബക്കാരുണ്ടാവാം. പക്ഷേ യുദ്ധത്തിൽ അത് യുദ്ധനിയമത്തിനെതിരാണത്, യുദ്ധനിയമത്തിനെതിരാണത്. അതാരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ചില റിവായത്തുകളിൽ അബൂ ഉബൈദ, അദ്ദേഹത്തിന് മുന്നിൽ ബദറിൽ പ്രത്യക്ഷപ്പെട്ടത് ഉപ്പയായിരുന്നു. ഔ അബ്നാഅഹും എന്ന് പറയാൻ കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ്. കാരണം തൻ്റെ മകനായ അബ്ദുറഹ്മാൻ മുന്നിൽ വന്നുപെട്ടു, അന്ന് വിശ്വസിച്ചിട്ടില്ല. അതേപോലെ തന്നെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് സ്വന്തം സഹോദരനായിരുന്നു. അതാണ് ഔ ഇഖ്വാനഹും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഔ അഷീറത്തഹും എന്ന് പറഞ്ഞത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ബന്ധുക്കൾ ബദറിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം അവർ മക്കയിലുള്ളവരാ,
അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണ്. ഈ ബന്ധം നോക്കിയാൽ യുദ്ധം നടക്കുമോ? നടക്കൂല. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അവിടെ ദീനിൻ്റെ നിർണായക ഘട്ടത്തിൽ നിങ്ങൾ സഹോദരനാണ് എന്ന് കരുതി ആദർശപരമായ ഒരു സംവാദം നടക്കുകയെന്ന് വിചാരിക്കും. തൗഹീദ് ഷിർക്കും വേർതിരിക്കുന്ന ഒരു സംവാദം നടക്കുകയാണ്. പക്ഷേ സംവദിക്കാൻ വന്നത് തൊട്ടപ്പുറത്ത് സംസാരിക്കുന്ന അനുജനാണ്. എന്നാൽ പിന്നെ തെളിവുകളൊന്നും പറഞ്ഞു വെറുതെ എൻ്റെ അനുജനെ റദ്ദ് ചെയ്തിട്ട് അവനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ഇല്ല. അവിടെ അനുജനാണോ ജ്യേഷ്ഠനാണോ ഉപ്പയാണോ എന്നതല്ല. ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളെ സ്വാധീനിക്കരുത്. അതാണ് ഈ ആയത്തിൻ്റെ പൊരുൾ. അതല്ലാതെ ചില ആളുകൾ കരുതുന്നത് പോലെ നമ്മുടെ നാട്ടിലും പരിസരത്തൊക്കെ അമുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അവരെ നോക്കരുത്, അവരോട് മിണ്ടരുത്, അവരോട് ചിരിക്കരുത്. അല്ല, അത് തെറ്റായ വ്യാഖ്യാനമാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. യുദ്ധസന്ദർഭത്തിലല്ലാതെ സ്വഹാബികളൊക്കെ അവരുടെ കുടുംബക്കാരോട് മോശമായി പെരുമാറിയതോ അവരെ ആട്ടിയകറ്റിയതായ ഒരു സംഭവം പോലും കാണാൻ കഴിയില്ല. മറിച്ച് റസൂലുള്ളാഹിനോട് ഫത്വ ചോദിച്ച് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കുപ്പായം ഹദിയായി നൽകിയപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുപ്പായം തിരിച്ച് സമ്മാനമായി കൊടുത്തത് തൻ്റെ അമുസ്ലിമായ സഹോദരനായിരുന്നു സമ്മാനമായിട്ട് കൊടുത്തത്. അതൊരു വിഷയമല്ല. അതല്ല ഇവിടെ ഉദ്ദേശം. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അങ്ങനെ ഈമാനിൻ്റെ തൗഹീദിൻ്റെ വിഷയം, ആദർശ വിഷയം വരുന്നിടത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ആ നിലപാട് ഇസ്ലാമിന് വേണ്ടി സ്വീകരിക്കുന്നവൻ്റെ ഹൃദയത്തിലാണ് അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തിയത്. വ അയ്യദഹും ബിറൂഹിൻ മിൻ. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തും. എന്താണ് ഇവിടെ റൂഹ് കൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു ജരീർ അത്തബരി റഹ്മഹുല്ലാഹ് പറഞ്ഞത് വ ഖവ്വാഹും ബി ബുർഹാനിൻ മിൻഹു. തെളിവുകളാണ്. വനൂരിൻ വഹുദ, പ്രകാശവും മാർഗദർശനവുമാണ്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ടും തെളിവുകൾ കൊണ്ടുമാണ് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തുന്നത് എല്ലാ അർത്ഥത്തിലും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശക്തി കൊണ്ട് അവർക്ക് ശാരീരികവും മാനസികവും ആയുധപരവുമായ ശക്തി നൽകുന്നതാണ്. അതേപോലെ തന്നെ ഉറച്ച നിലപാട് സ്വീകരിക്കാനുള്ള മാനസികമായ തൻ്റേടം. അതാണ് വ അയ്യദഹും ബിറൂഹിൻ മിൻ. അങ്ങനെയുള്ളവരെ വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. നേരത്തെ പറഞ്ഞ ടീം നരകത്തിലാണെങ്കിൽ ഉലൈക അസ്ഹാബുന്നാർ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവർ സ്വർഗത്തിൻ്റെ ആളുകളാണ്. മാത്രമല്ല ശ്രദ്ധിക്കൂ, റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു അവരെയും അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ഈ പറഞ്ഞതിലൊരു സിറുണ്ട്, ഒരു രഹസ്യമുണ്ട്. എന്താണത്? ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പ്രീതി ദീനിനു വേണ്ടി വേണ്ട എന്നവർ വെച്ചപ്പോൾ ആരുടെ പ്രീതിയാണോ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് ആ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന്. അള്ളാഹ് തൃപ്തിപ്പെട്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വെറുത്താലും എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എല്ലാവരും നമ്മെ ഇഷ്ടപ്പെട്ടു, പടച്ച റബ്ബിന് നമ്മെ ഇഷ്ടമല്ലെങ്കിലോ പിന്നെന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ പ്രീതിയാണ് ലഭിക്കേണ്ടത്. റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അത് മതി അവർക്ക്. വേറെ ആരും അവരെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ അവരും എങ്ങനെ വിശ്വാസികൾ വറദു അൻ, അവർക്കും അല്ലാഹ് മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി, വേറെ ആരില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു റിളുവാൻ നോക്കൂ. അള്ളാഹുവും അവൻ്റെ സൃഷ്ടികളും തമ്മിലുള്ള ഈ ഒരു പരസ്പര തൃപ്തിപ്പെടൽ, ഇത് ഭയങ്കരമായൊരവസ്ഥയാണത്. റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയണം ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹിൻ്റെ കക്ഷികൾ, അള്ളാഹുവിൻ്റെ വലിയകൾ. അവർ അള്ളാഹുവിനോട് ഒരു അനുസരണക്കേടും കാണിക്കൂല. എന്നാൽ ഹിസ്ബു ഷെയ്ത്താൻ്റെ പണി എന്താണ്? പടച്ചറബ് പറഞ്ഞതൊക്കെ ഒഴിവാക്കി ഷെയ്ത്താൻ പറയുന്നതിൻ്റെ പിന്നാലെ പോയി. ഹിസ്ബുള്ളയുടെ പ്രത്യേകത ഷെയ്ത്താൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം അനുസരിച്ചു. അൽഹംദുലില്ലാഹ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ ആൾക്കാർ. അല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിൻ്റെ കക്ഷികളാണ്, ഔലിയാക്കളാണ് വിജയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദർശരംഗത്ത് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലും ഓരോ വാക്കുകളിലും അടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുവാനും ഈമാനിലും പ്രവർത്തനങ്ങളിലും തഖ്വയിലും ഇഖ്ലാസിലും ഇൽമിലും വർധനവ് ലഭിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനിനെ മാർഗദർശിയായി സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹത്തോടുകൂടി
58-ാം അധ്യായം സൂറത്തുൽ മുജാദലയുടെ വിശദീകരണവും നാം നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്തുതിയും. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വീണ്ടും വീണ്ടും ധാരാളം അധ്യായങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നാം പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും നമ്മുടെ സമ്പത്തിലുമെല്ലാം ഉണ്ടായിത്തീരട്ടെ. നാളെ പരലോകത്ത് ഇതേപോലെ ഒരുമിച്ചുകൂടി സ്വർഗ്ഗലോകത്തിരുന്ന് സംസാരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മറ്റു പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദർശപരമായും ശാരീരികമായും സാമ്പത്തികമായും മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കട്ടെ. ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും കുതന്ത്രങ്ങൾ മെനയുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് തക്കതായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.